വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ മക്കൾക്കും 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, these are some of the events that are described in the story. Read them carefully. താഴെ നമുക്ക് ആ ഒരു സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് താഴെ എഴുതുകയാണ് വേണ്ടത്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ, എന്നാലല്ലേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് എന്നുള്ളതാണ്. ഓക്കെ, റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്, അത് അവിടെ താഴെ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. എന്താണ്, അവനക്ക് അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അടുത്തതായിട്ട് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് മൂന്നാമതായിട്ട് വരുന്നത്. റിക്കി എഴുന്നേറ്റു, അവൻ്റെ റൂം വളരെ പെർഫെക്റ്റ് ക്ലീനും അതുപോലെ തന്നെ ടൈഡിയും ഒക്കെ ആയിരുന്നു. നാലാമത്തേത് എന്ന് പറയുന്നത് റിക്കി സെർച്ചേഴ്സ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ എന്നുള്ളതാണ്. ഏതാണ്, ഇതാണ് നാലാമതായിട്ട് വരുന്നത്. 4. ഇനി അഞ്ചാമത്തേത് റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. എന്താണ്, അങ്ങനെ ടീഷർട്ടൊക്കെ കാണാതായപ്പോൾ റിക്കി എന്താ ചെയ്യുന്നത്? നമ്മളെ ബട്ട്ലർ റോബോട്ടിനെ സ്പൈ വർക്ക് പോലെ അവനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അഞ്ചാമതായിട്ട് എഴുതണം. ദെൻ 6th വൺ എന്ന് പറയുന്നത് റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. അങ്ങനെ റിക്കി എന്ത് മനസ്സിലാക്കി? അവൻ്റെ ആ ഒരു വലത്തെ കൈ അല്ലെങ്കിൽ റെഡ് ഹാൻഡ് ഏതാണെന്ന് അവർ ക്യാച്ച് ചെയ്തു എന്നുള്ള ഇതാണ് ആറാമതായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ 7th വൺ റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. റിക്കി എന്ത് ചെയ്തു? റിക്കി ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട് അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേതാണ്? ഇതാണ് 7th വൺ ആയിട്ട് വരുന്നത്. 8th വൺ റിക്കി ബിക്കംസ് അഷേംഡ് ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിൽ അവന് ലജ്ജ തോന്നുകയാണ്. അപ്പോൾ ഇത് 8ാമതായിട്ട് വരും. 9th വൺ എന്ന് പറയുന്നത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. അവൻ്റെ എല്ലാ സാധനങ്ങളും അവന് ഒന്നും കൂടെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് തുടങ്ങി. അപ്പോൾ ഇതാണ് 9ായിട്ട് വരേണ്ടത്. ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇത് 10ാമതായിട്ട് വരണം. അപ്പോൾ ഈ ഓർഡറിൽ നിങ്ങൾ താഴെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. അതിൽ 1ഉം 10ഉം അവിടെയുണ്ട്. ബാക്കിയുള്ളത് 2 മുതൽ 9 വരെ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതി കൊടുക്കുക. അത് മാത്രമേ ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ആക്ടിവിറ്റി നോക്കാം. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ് അബവ്. മേലെ കൊടുത്തിട്ടുള്ള ഇവൻറ്റ്സ് ഇല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് ഒന്ന് എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതാം? ആ ഒരു സ്റ്റോറി നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ചെറുതായിട്ട് സമ്മറൈസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. റിക്കീസ് ലൈഫ് ചേഞ്ചസ് വെൻ ഹിസ് പാരൻസ് ഗെറ്റ് എ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അവൻ്റെ പാരൻസിന് ഒരു ബട്ട്ലർ റോബോട്ട് കിട്ടിയപ്പോഴാണ്. അറ്റ് ഫസ്റ്റ് അതെന്താണ്, ഹി ഈസ് ഹാപ്പി ടു ഹാവ് ഹെൽപ്പ് വിത്ത് ചോഴ്സ് ബട്ട് ദെൻ ഹി നോട്ടീസ് ഹിസ് സ്റ്റഫ്സ് ആർ മിസ്സിങ്. ഫസ്റ്റ് അവൻ വിചാരിച്ചു വളരെയധികം ഹാപ്പി ആയിരുന്നു അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എന്താണ് മിസ്സാവാൻ വേണ്ടി പോകുന്നത് അവൻ നോട്ടീസ് ചെയ്തു. ഹി ഫോളോസ് ദ റോബോട്ട് ആൻഡ് ക്യാച്ച് ഇറ്റ് മേക്ക് ഹീസ് തിങ്സ്. അപ്പോൾ എന്താണ്, അങ്ങനെ നമ്മുടെ റോബോട്ടിനെ അവന് ഫോളോ ചെയ്യുകയും അതിൽ നിന്നും അവനക്ക് അവൻ്റെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്തു. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് ബട്ട് റിയലൈസ് ഹി ഹാസൻ ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് സ്റ്റഫ്. അപ്പോൾ എന്താണ്, അവനക്ക് മനസ്സിലായി റോബോട്ടാണ് അവൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന്. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ പാരൻസ് എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞ് പാരൻസ് അതിനെ ഡിസഗ്രി ചെയ്തു. ഹി ഡിസൈഡഡ് ടു ചേഞ്ച് സ്റ്റാർട്ടിങ് ടു ലുക്ക് ആഫ്റ്റർ ഹിസ് തിങ്സ് ബെറ്റർ ആൻഡ് അപ്രീഷിയേറ്റിംഗ് വാട്ട് ഹി ഹാസ്. അങ്ങനെ അവസാനം അവനക്ക് മനസ്സിലായി അവൻ്റെ സ്റ്റഫൊക്കെ ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് അതൊക്കെ എടുക്കുന്നത് എന്ന്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ തന്നെ മാറാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പുതിയ നല്ല ഒരു കുട്ടിയാവാൻ വേണ്ടി തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു. അങ്ങനെ അവന് നല്ല ഒരു അപ്രീഷിയേറ്റും കിട്ടുകയും അതുപോലെ നല്ല ഒരു കുട്ടിയായിട്ട് അവനക്ക് വേണ്ട കാര്യങ്ങളും അവൻ്റെ സ്റ്റെഫും കാര്യങ്ങളൊന്നും വലിച്ചെറിയാതെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് അവിടെ എഴുതിയാൽ മാത്രം മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ്. റൈറ്റ് ദം ബിലോ. അവസാനം നമ്മൾ കണ്ടു റിക്കി എന്താണ് നല്ല കുട്ടിയാവുന്നത് നമ്മൾ അവസാനം കണ്ടു അല്ലേ. അപ്പോൾ അവന് എങ്ങനെയായിരുന്നു മുന്നേ, എന്താണ് അവനക്ക് അതിന് ശേഷം ഉണ്ടായ മാറ്റം എന്നാണ് നമ്മൾ എഴുതേണ്ടത്.
ഫസ്റ്റ് വണ് ബിഫോർ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി എന്താണ് വളരെയധികം മെസ്സിയും കെയർലെസ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പിന്നെ ശേഷം എന്താ സംഭവിച്ചത്? റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഫോർ ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളിലൊക്കെ അവൻ നന്നായിട്ട് കെയർ ചെയ്യാനും അതിലൊക്കെ വളരെയധികം സൂക്ഷ്മത ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവൻ തുടങ്ങി. നെക്സ്റ്റ് വൺ, ഹി വാസ് വെരി ലേസി. എന്താണ് അവന് വളരെയധികം ലേസി ആയിട്ടുള്ള മടിയനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ആഫ്റ്റർ എന്താണ് റിക്കി ബിക്കെയിംസ് എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആയിട്ട് മാറുകയാണ്. ഹി ഡിഡ്ന്റ് ഹെൽപ്പ് മദർ ഇൻ ഹെർ ഹൗസ് ഹോൾഡ് ചോഴ്സ്. അവൻ്റെ അമ്മയെ ഒന്നും വീട്ടിലെ കാര്യങ്ങളിലൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല. ദെൻ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാഡ്. അവനക്ക് എന്താണോ ഉള്ളത് അതിൽ അവന് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അവനക്ക് അത് വേണം ഇത് വേണം എന്നുള്ളതൊക്കെയായിരുന്നു അവൻ്റെ ആവശ്യങ്ങൾ. ദെൻ ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ ഹൗസ്. അവൻ വീടിൻ്റെ എല്ലായിടത്തും അവൻ്റെ സാധനങ്ങളൊക്കെ അവനിങ്ങനെ വലിച്ചെറിയാൻ വേണ്ടി തുടങ്ങി. ദെൻ ആഫ്റ്റർ എന്താണ് റിക്കി ബിഗൻ ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. അവന് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി. റിക്കി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാവ്. അവനക്ക് എന്താണോ ഉള്ളത് അതിൽ അതിന് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി തുടങ്ങി. ദെൻ റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിരുന്നത് അതിനവർക്ക് ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിഫോറും ആഫ്റ്ററും വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. അവൻ്റെ ഫാദർ വാങ്ങിച്ചിട്ടുള്ള റോബോട്ടിനെ കുറിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള റോബിൻ്റെ അടുത്ത് അവന് പറയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ റിക്കിയും റോബിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. റിക്കി ആദ്യം പറയാണ്, ഹേയ് യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. നീ ചിലപ്പം വിശ്വസിക്കില്ല ഞാൻ പറയുന്നത്, എൻ്റെ ഫാദർ ഒരു റോബോട്ട് വാങ്ങിച്ചു. അപ്പോൾ റോബിൻ പറയാണ്, ഈസ് ഇറ്റ്, ശരിയാണോ? അപ്പോൾ റിക്കി പറയാണ്, ഹി ഡിഡ് എവറി ഹൗസ് ഹോൾഡ് ചോഴ്സ്, ഐ വാസ് വെരി കെയർലെസ് അബൌട്ട് മൈ ബിലോങ്ങിങ്സ് ത്രൂ ദ തിങ്സ് ഹിയർ ആൻഡ് ദർ, ബട്ട് ഐ വണ്ടർ വെൻ ഐ സീ ദ റോബോട്ട് ക്ലിയർ മൈ റൂം. എന്താണ് ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന് എൻ്റെ സാധനങ്ങളൊക്കെ വളരെയധികം ഞാൻ എൻ്റെ സാധനങ്ങൾക്ക് വളരെയധികം കെയർലെസ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുമായിരുന്നു. പക്ഷേ അവനതെല്ലാം എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ റോബിൻ പറയാണ്, റിയലി വാട്ട് എ വണ്ടർഫുൾ ഡിവൈസ്. ശരിയാണോ, എന്ത് അത്ഭുതകരമായിട്ടുള്ള ഒരു ഡിവൈസാണ്. റിക്കി പറയാണ്, അബ്സല്യൂട്ട്ലി നോട്ട്. പക്ഷേ ഫുള്ളായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രാംഡ് വെൽ. അത് ശരിയായിട്ടുള്ള അല്ല പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ദെൻ റോബി ചോദിക്കുകയാണ്, വാട്ട്, എന്ത്, യു മീൻ മിസ് പ്രോഗ്രാംഡ്, വാട്ട് ഹാപ്പൻ, എന്താ നീ പറയുന്നത്, മിസ് പ്രോഗ്രാംഡ് ആണെന്നോ, എന്ത് പറ്റി? റിക്കി പറയാണ്, ഐ നോട്ടീസ് ദ റോബോട്ട് സ്റ്റോൾ മൈ ക്ലോത്ത്സ്. ഞാൻ നോട്ടീസ് ചെയ്തു റോബോട്ട് എന്താണ് എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നുണ്ടെന്ന്. ബട്ട് മൈ ഫാദർ ഡിസഗ്രി ടു ഗെറ്റ് റൈഡ് ഓഫ് ദ റോബോട്ട്. പക്ഷേ എൻ്റെ ഫാദർ എന്ത് ചെയ്തു, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്നെ ഡിസഗ്രി ചെയ്തു. ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദ റോബോട്ട് ഈസ് പ്രോഗ്രാംഡ് മാക്സിമം എഫിഷ്യൻ്റ്ലി. പക്ഷേ അവസാനം എനിക്ക് മനസ്സിലായി എന്താണ് റോബോട്ട് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന്. റോബിന്, വണ്ടർഫുൾ അല്ലേ റിക്കി. അപ്പോൾ റിക്കി പറയാണ്, ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. റോബോട്ടിനെ പോലെ ഞാനും ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആവും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ റിക്കിയും റോബിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ്, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. ഇത് സ്റ്റോറിയിലെ ഒരു പാർട്ടാണ്, ഇത് വായിച്ചു നോക്കാം. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സാധനമാണ്, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നീ ഒന്ന് നോക്ക്. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവന് നല്ലതിനേക്കാൾ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ്. നീ പറയുന്നത് തെറ്റാണ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നീ മനസ്സിലാക്കുന്നില്ല. റിക്കി പറയാണ്, ഐ കാൺ എഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ട് എഗ്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അത് ശരിയായിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ റോബോട്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് പറയുന്നു. ദെൻ പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. ഏതൊക്കെയാണ് ഡിസഗ്രിമെൻ്റ് ആയിട്ട് പറയുന്നത്, അതോ നെഗറ്റീവായിട്ട് അങ്ങനെയല്ല എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നത്. ദെൻ ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവന് നല്ലതിനേക്കാൾ ചീത്തയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഐ കാണ്ട് എഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രാംഡ് വെൽ. അത് ശരിയായിട്ടുള്ള രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ റോബോട്ട് എന്ന് പറയുന്നത് ബിഗ് പ്രോബ്ലം ആണ്. ഇതൊക്കെയാണ് അവിടെ ഡിസഗ്രിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൽ ബി ചോദ്യം നോക്കാം. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അതുലും അഞ്ജും റോബോട്ടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുൽ പറയാണ്,
I think robots are awesome. They can do so many things that humans can't. എന്താ പറയുന്നത്, റോബോട്ട് എന്ന് പറയുന്നത് വളരെ ഓസം ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ റോബോട്ടിന് ചെയ്യാൻ വേണ്ടി പറ്റും. 5 പറയാണ്, യെസ് അതുൽ, ഐ എഗ്രി ദാൻ ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദെയർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. ശരിയാണ്, നീ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ അതിനെന്താണ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടെയുണ്ട്. അതുൽ, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. റോബോട്ട് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ശരിയാണ്, പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. റോബോട്ടിന് 24 മണിക്കൂറും ഒരു ടയേർഡും ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 5, യാ ദാറ്റ്സ് ട്രൂ. They can be like a super helpers, especially in factories where they can make things faster. ശരിയാണ്, ഇപ്പോൾ എസ്പെഷ്യലി ഫാക്ടറീസിലൊക്കെ അതിനെന്താണ് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സൂപ്പർ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ പറയാണ് എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ആൻഡ് ഔട്ടർ സ്പേസ്. അതുമാത്രമല്ല മനുഷ്യന് പോകാൻ പറ്റാത്ത ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഇവർക്ക് പോകാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഡീപ്പ് സീയിൽ അതുപോലെ തന്നെ ഔട്ടർ സ്പേസിലൊക്കെ പോകാൻ വേണ്ടി പറ്റും. ദെൻ 5 പറയാണ്, ഐ സീ യുവർ പോയിന്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. എന്താണ്, ശരിയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ മനുഷ്യനില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുക, മനുഷ്യന് ജോലി ഇല്ലാതിരിക്കില്ലേ. യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ. ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ് ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. ശരിയാണ്, മനുഷ്യൻ എന്താണ് റോബോട്ടിക്സ് വന്നാൽ മനുഷ്യൻ്റെ ജോലിയൊക്കെ കുറയും, പക്ഷെ എന്താണ് അവിടെ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും. 5, that's true, but not everyone can afford robots. They can be expensive to build and maintain. ശരിയാണ്, പക്ഷെ എല്ലാവർക്കും എന്താണ് റോബോട്ട്സിന് വാങ്ങാനും ആക്കാനും ഒന്നും പറ്റില്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുൽ, ഐ എഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ശരിയാണ്, അതിൻ്റെ പൈസ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷെ നീ ചിന്തിച്ച് നോക്ക്, ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടില്ല അഥവാ ഈ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല, വികലാംഗരെന്നൊക്കെ പറയില്ല, അതേപോലെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പാണ് ഇത് ചെയ്യുന്നത്. 5, യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ശരിയാണ്, അത് വളരെ നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലീവ്സ് ഇൻ മെനി വേയ്സ്. ഒരുപാട് വേയ്സിൽ റോബോട്ടിന് ജീവിക്കാൻ വേണ്ടി പറ്റും. ദ സെൻറ്റൻസസ് എബൌട്ട് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇവിടെ എന്താണ് ഒരുപാട് സെൻറ്റൻസ് എഗ്രി ചെയ്യുന്നതും ഡിസഗ്രി ചെയ്യുന്നതുമായിട്ടുള്ള സെൻറ്റൻസുകളുണ്ട് അല്ലേ. Then write the sentences which express agreement and disagreement in the box below. അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റും ഏതൊക്കെയാണ് ഡിസഗ്രിമെൻ്റ് എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. എഗ്രിമെൻ്റ് ആയിട്ട് വരുന്നത് ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് എന്നുള്ളത്. ദെൻ എക്സാക്ട്ലി ക്യാൻ ദേ ഗോ to place that are dangerous to people. You have a good point there. Yeah, that is true. They can be like super helpers. I agree, cost can be a problem എന്നാണ് കേട്ടോ. But think about how they can help a differently abled people. Yeah, that is a great advantage. ഇതൊക്കെ എന്താണ് എഗ്രിമെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഇനി ഡിസഗ്രിമെൻ്റ് ആയിട്ടുള്ളത് but there are also some downsides. I see your points, but what about robots taking jobs away from people? That's true, but not everyone can afford robots. ഇതൊക്കെ ഡിസഗ്രിമെൻ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസുകളാണ്. The next one, 5th one ആണ്. Let us conduct a debate in the class on we cannot live without mobile phones from 2 groups. Group A can support an argument and Group B can oppose it. Then you may fix a moderator for the debate. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊരു ഡിബേറ്റ് നടക്കുക, അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വി കനോട്ട് ലീവ് വിത്തൗട്ട് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം, അത് എഗ്രി ചെയ്യണം, ഒരു ഗ്രൂപ്പ് ഡിസഗ്രി ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളൊരു മോഡറേറ്ററും കൂടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആ ഡിബേറ്റിൻ്റെ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി കൊടുക്കണം. ലെറ്റസ് ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസസും മറ്റൊരു ഗ്രൂപ്പ് അബ്യൂസുമാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് യൂസ്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലേ, വളരെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. കീപ്പ് അസ് കണക്റ്റഡ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ഓൺലൈൻ വർക്ക്സ്, എല്ലാ ഓൺലൈൻ വർക്ക്സ് നടത്താം. മാനേജിങ് ഓഫീസ് വർക്ക്, എൻ്റർടൈൻമെൻറ്റ് ഫോർ ഓൾ, മൊബൈൽ ബാങ്കിങ്, ഇതൊക്കെ ഇതിൻ്റെ യൂസാണ്. ഇനി അബ്യൂസ് എന്ന് പറയുന്നത് വേസ്റ്റേജ് ടൈം അല്ലേ, മനുഷ്യൻ്റെ സമയം ഇങ്ങനെ വേസ്റ്റ് ആവും. ഹെൽത്ത് പ്രോബ്ലം, കോസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്, ലോസ് ഓഫ് പ്രൈവസി, മണി വേസ്റ്റേജ്, ഓവർ സ്ക്രീൻ ടൈം, ഇതൊക്കെ അതിൻ്റെ എന്താണ് അബ്യൂസ് ആണ് അല്ലെങ്കിൽ ഡിസഗ്രി ആണ്. നെക്സ്റ്റ്, സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്.
സാറ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഔട്ട്ലെറ്റിൽ നിന്നും എന്ത് വാങ്ങി? ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നില്ല. ഹിയർ ഈസ് എൻ ഇമെയിൽ സെൻഡ് ടു കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ കമ്പനിക്ക് ഒരു മെയിൽ അയക്കുകയാണ്. ടു എന്താണ്? കമ്പനിക്ക് അയക്കേണ്ട പേരല്ലേ. സബ് എന്താണ്? കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ എന്ന് കൊടുക്കാം. ദെൻ സർ, I purchased a washing machine from your company a few weeks ago, but it's not working now. Kindly attend to the issue at the earliest. Copies of necessary documents are attached. അപ്പോൾ എന്താണ്? നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള വാഷിംഗ് മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇതുള്ളത് അതൊക്കെ നിങ്ങൾ എടുക്കണം. ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് നിന്ന് വാങ്ങിയ ലിസ്റ്റ്, ബില്ല് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യണം. സാറ, ഇതാണ് ഇവിടെ ഒരു ഇമെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ റിക്കി kept on complaining to his parents about the robot. അപ്പോൾ നമ്മൾ റിക്കിനെ അറിയാം. റിക്കി എന്താണ്? ഫാദറിൻ്റെ അടുത്തും മദറിൻ്റെ അടുത്തും റോബോട്ട് വർക്ക് ചെയ്യുന്നില്ല, മിസ് പ്രോഗ്രാംഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ ഡിഡ്ന്റ് ലിസൺ ടു ദം. പക്ഷെ എന്താണ്? ടു ഹിം, ഇവനെ അവർ ലിസൺ ചെയ്യുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ദം ടു റീപ്ലേസ് ടു മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ നമ്മുടെ റിക്കി വിചാരിച്ചു കമ്പനിയിലേക്ക് നേരിട്ടിട്ട് ഒരു മെയിൽ അയക്കണം. എന്ത് പറഞ്ഞിട്ട്? ഇത് മിസ് പ്രോഗ്രാംഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇമെയിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹെൽപ്പ് ഹെം പ്രിപ്പയർ ആൻ ഇമെയിൽ. അപ്പോൾ എങ്ങനെ ഇമെയിൽ അയക്കണം? ഫ്രം കൊടുക്കണം. ഫ്രം ആരാണ്? റിക്കി ആണല്ലേ. റിക്കി 123@gmail.com. 2 എന്ന് പറയുന്നത് റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി @gmail.com. ദെൻ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ എഴുതുന്നത്? എന്തിനാണ്? കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. ഓക്കെ. ദെൻ സർ, ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. നിങ്ങൾ ഈ ഇമെയിൽ നല്ല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൈ നെയിം ഈസ് റിക്കി ആൻഡ് ഐ റീസെൻ്റ്ലി പർച്ചേസ് വൺ ഓഫ് യുവർ റോബോട്ട്. എന്താണ്? എൻ്റെ പേര് റിക്കി. ഞാനിപ്പോൾ അടുത്തായിട്ട് നിങ്ങളെ ഒരു റോബോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡൽ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ടു അസിസ്റ്റ് വിത്ത് ഹൗസ് ഹോൾഡ് ടാസ്ക്. അതെന്തിനാണ്? ഹൗസ് ഹോൾഡ് ടാസ്കിനൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഐ എം എക്സ്പീരിയൻസിങ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് വിത്ത് ഇറ്റ്സ് പ്രോഗ്രാംസ്. അപ്പോൾ എന്താണ്? നിർഭാഗ്യവശാൽ ഞാനതിൽ ഒരുപാട് ശരിയല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ക്യാൻ യു പ്ലീസ് സെൻഡ് അസ് എ റീപ്ലേസ് റോബോട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ സാധ്യമാകുമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു റീപ്ലേസ് റോബോട്ട് അയക്കണം. Please let us know the process for arranging the replacement and the additional information that you may require from outside. അപ്പോൾ എന്താണ്? അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. അതുപോലെ അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇതിൻ്റെ പുറത്ത് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. വി ലുക്ക് ഫോർവേഡ് ഫോർ യുവർ റെസ്പോൺസ്. ഇതിൻ്റെ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിക്കി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു ഇമെയിൽ നമ്മൾ അയക്കേണ്ടത് റോബോട്ടിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7th one നോക്കാം. Complete the following crossword puzzle related to household chores following the directions below given. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് എന്താണ് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഹൗസ് ഹോൾഡ് ചോഴ്സിൻ്റെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്രോസ് ആണ്. എന്താണ് പറയുന്നത്? ക്ലീൻ വിത്ത് വാട്ടർ. വെള്ളം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുക. അത് നമ്മൾ എന്താ പറയുക? വാഷ് എന്നാണ് പറയുക അല്ലേ? വാഷ്. അപ്പോൾ എവിടെ എഴുതണം നമ്മൾ? അക്രോസ് ആണ് 2 ആണല്ലേ. 2ലാണ് നമ്മൾ എഴുതേണ്ടത്. 1ലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വാഷ്. ഓക്കെ. ദെൻ 3rd വൺ ഫ്രീ ഫ്രം ഡേർട്ട്. ഡേർട്ടിൽ നിന്ന് ഫ്രീ ആവുക. അതിന് നമ്മൾ എന്താ പറയുക? ക്ലീൻ എന്നാണ് പറയുക. അത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. 4th വൺ തിങ് യൂസ്ഡ് ഫോർ വിപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് മോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം MOP, മോപ്പ്. ദ നെക്സ്റ്റ് വൺ ഡൗൺ ആണ്. ക്ലീനിങ് വിത്ത് എ ബ്രൂം. ബ്രൂം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുക. അത് നമ്മൾ എന്താ പറയുക? സ്വീപ്പ്. അടിച്ചു വാരുക എന്നാണല്ലോ പറയുക. സ്വീപ്പ് എന്നതാണ്. അപ്പോൾ S അവിടെ ഉണ്ട്. W എഴുതുക. EEP, സ്വീപ്പ്. നെക്സ്റ്റ് വൺ 3 ആണ്. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് എ റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അതിന് നമ്മൾ എന്താ പറയുക? ഷാർപ്പ് ബ്ലോസ് കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. അതിന് നമ്മൾ ചോപ്പ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ. ചോപ്പ് എന്ന് പറയും. CHOP, ചോപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് 8th വൺ. റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വേരിയസ് ഹൗസ്ഹോൾഡ് ചോഴ്സ്. ഹിയർ ഈസ് വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. അപ്പോൾ റിക്കിയുടെ അമ്മ അവൻ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റിക്കിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ? റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. സ്റ്റഡി റൂമിൽ നിൻ്റെ ബാഗൊക്കെ സ്കൂൾ ബാഗൊക്കെ വെക്ക്. ദെൻ റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിൻ്റെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ കഴുകി വെക്ക്. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ടീഷർട്ടും ട്രൗസറൊക്കെ നീ അയൺ ചെയ്യും.
Then your parents too might have asked to do certain things. Write a few of them. നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവില്ലേ അത് ചെയ്യ് ഇത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഒന്ന്, കീപ് യുവർ റൂം ആൻഡ് ബെഡ് ടൈഡി. നിൻ്റെ റൂമും ബെഡൊക്കെ ടൈഡി ആക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുക. സോർട്ട് ആൻഡ് ഫോൾഡ് ദ ഡ്രസ്സ്. നിൻ്റെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുക? ഡ്രസ്സൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതൊക്കെ മടക്കി വെക്കുക. ഓർഗനൈസ് യുവർ ടോയ്സ്. നിൻ്റെ ടോയ്സൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ. ഡിന്നറിന് വേണ്ടിയിട്ട് ടേബിൾ സെറ്റ് ചെയ്യുക. ക്ലീൻ ദ ഫ്ലോർ വെൽ. ഈ നിലമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് പറയാറുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിൽ ബി ചോദ്യം, ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി പറയാറുണ്ട് അല്ലേ? ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവൺ സം എക്സാമ്പിൾസ്. വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ എന്താണ്, കുറച്ച് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക. തന്നിട്ടുള്ളത്, മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും. ദെൻ മോം കുഡ് യു പ്ലീസ് അയൺ മൈ ഷർട്ട്. എൻ്റെ ഷർട്ടൊക്കെ അമ്മ ഒന്ന് അയൺ ചെയ്യും. ഡാഡ് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ മാത്ത് ഹോംവർക്ക്. എൻ്റെ മാത്ത് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ അച്ഛ. ദെൻ കുഡ് യു ഹെൽപ്പ് മീ ഫിക്സ് മൈ ബൈസിക്കിൾ. ഡാഡ് എൻ്റെ സൈക്കിൾ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്യാനും. ദെൻ മോം വിൽ യു റീഡ് മീ എ ബെഡ് ടൈം സ്റ്റോറി ടു നൈറ്റ്. ഇന്ന് രാത്രി എന്താണ് ഒരു ബെഡ് ടൈം സ്റ്റോറീസ് എനിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കാം. 9th വൺ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. ഏതാണ്? സ്റ്റോറിയിൽ നിന്നുള്ള പാരഗ്രാഫാണ്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. അവന് നേരെ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. ഫാദർ, ദിസ് ബട്ട്ലർ റോബർട്ട് ഈസ് ഫോൾട്ടി. ഹി ഹാസ് എ ഫ്ലിച്ചഡ് മൈ തിങ്സ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. എന്താണ്, ഇതെൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്, അതുപോലെ ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലല്ല, അതുകൊണ്ട് ഇതിനെ തിരിച്ചയക്കുക എന്ന് പറയാണ്. നോട്ട് ദ സെൻറ്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഹി ഹാസ് ഫ്ലിച്ച് മൈ തിങ്സ് എന്നുള്ളതാണ്. Sentence like the above refer to an action completed in the past having its relevance in the present. അപ്പോൾ എന്താണ്, പാസ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത്, അത് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് പ്രസൻറ്റിലും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. Try to find sentences of a similar pattern from the paragraph given below. Write them down in the space given. അപ്പോൾ ഇവിടെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരത് വായിച്ച് നോക്കുക, സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഞാനിവിടെ 30 വർഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. സെക്കൻഡ് വൺ, ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഞാനിപ്പോഴും ഈ സ്ഥലം എൻ്റെ വീട് പോലെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്. തേർഡ് വൺ, ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് ലൈക്ക് ടു ഹാവ്. നിനക്ക് എന്താണുള്ളത് അതേപോലെ തന്നെ നീ അത് എന്താണ് റിയലൈസ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ ഐ തിങ്ക് യു ടു ഹാവ് യു റിയലൈസ്ഡ് ഇറ്റ്. നിനക്കതിപ്പോൾ ശരിക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളത്. 10th വൺ, you might have prepared some posters while observing Environment Day. Look at these sample posters. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ പോസ്റ്ററൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കും. പ്ലാസ്റ്റിക് ഈസ് എവ്രിവേർ. ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. ദെൻ അതേപോലെയുള്ള പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ്. ഇതൊക്കെ എന്താണ്, പോസ്റ്റേഴ്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അനലൈസ് ദ പോസ്റ്റർ ഫോർ ഫോളോയിങ്. അതിൻ്റെ കണ്ടന്റ് എന്താണ്, പിക്ചർ അല്ലെങ്കിൽ അത് ഗ്രാഫിക് ഇലുസ്ട്രേഷൻ എന്താണ്, ലേഔട്ട് എങ്ങനെയാണ്, മെസ്സേജ് എന്താണ്, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്. അവരെന്താണ് സെർവ് ചെയ്യുന്നത് നമുക്ക്? ടു എഡ്യൂക്കേറ്റ്, ടു മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർ, ടു പ്രൊവൈഡ് അവെയർനെസ്. ഇതൊക്കെയാണ് അവർ തരുന്നത്. കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങളൊന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നന്നായിട്ട് നിരീക്ഷിക്കുക. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾസ്. അല്ലേ, നമ്മളിപ്പം പോസ്റ്റേഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട് അല്ലേ. അല്ലാതെ നമ്മൾ തോന്നുന്നതൊക്കെ അല്ലെങ്കിൽ ഒരു പോം എഴുതുന്ന പോലൊന്നും നമ്മൾ ആരും പോസ്റ്റേഴ്സ് എഴുതാറില്ല. വളരെ ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ മോർ നോളജബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ പോസ്റ്റേഴ്സ് ഹാവ് എ ക്ലച്ചി അറ്റൻഷൻ, ഗ്രാബിംഗ് ഹെഡ്ലൈൻസ് in simple and clear language. The use of rhyming words can also be seen in the words like join now, stay safe, etc. are used to grab attention. അപ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജുകളായിരിക്കും എപ്പോഴും പോസ്റ്റേഴ്സിൽ ഉപയോഗിക്കാറുള്ളത്. വളരെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് അർത്ഥം. ദെൻ ബി ചോദ്യം, പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്ലോഗൻസ് എഴുതാനാണ്.
ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. എന്താണ്, ഔട്ട്ഡോർ ഗെയിംസിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ ഈ ഗാഡ്ജറ്റ്സുകൾക്ക് പറ്റുകയില്ല. ഫ്രണ്ട്സ് ആർ ബെറ്റർ ദാൻ ഗാഡ്ജറ്റ്സ്. എന്താണ്, ഗാഡ്ജറ്റ്സിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ലീവ് ഇൻ ദ മൊമെന്റ്, നോട്ട് ഓൺ ദ സ്ക്രീൻ. എന്താണ്, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുക, അല്ലാതെ സ്ക്രീനിലുള്ളപ്പോഴല്ല നിങ്ങൾ, അല്ലെങ്കിൽ സ്ക്രീനിലല്ല ജീവിക്കേണ്ടത്. ലിമിറ്റ് ദ സ്ക്രീൻ, ലീവ് ദ ഡ്രീം. നിങ്ങൾ സ്ക്രീൻ എന്താണ് ലിമിറ്റ് ചെയ്യുക, എന്നിട്ട് സ്വപ്നങ്ങൾ ഒരുപാട് കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ലോഗൻസ് ആണ്. ഇനി ഇതിൽ സി ചോദ്യം നോക്കാം. ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. നമ്മൾ റിക്കിയുടെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ കണ്ടു അല്ലേ, ഒരുപാട് ജോലികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദ എഡ്യൂക്കേറ്റ് ആൻഡ് എ സെർട്ടൈൻ അസ് ടു. അതുപോലെ തന്നെ അവർ എഡ്യൂക്കേറ്റും എൻ്റർടൈനും ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓഫ്റ്റൻ ദേ ആർ മിസ്യൂസ്ഡ്. പക്ഷെ എന്താണ്, ചിലത് നമ്മൾ മിസ്യൂസ് ചെയ്യും അല്ലേ. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രിക് ഗാഡ്ജറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഗാഡ്ജറ്റ് മിസ്യൂസ് ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലോഗൻസ് പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ എല്ലാ വർക്കുകളും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്